നമസ്തേ, ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് സുഗമ ഹിന്ദി ക്ലാസ് സെക്കൻഡിൻ്റെ ഗൈഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ വീഡിയോ ഫസ്റ്റ് പാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. നോട്ട്സ് എല്ലാവരും എഴുതിയെടുത്ത് നന്നായിട്ട് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോവേണ്ടത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് എക്സാം വരുന്നത്. ഇതിലുള്ളത് മാത്രമേ ചോദിക്കാറുള്ളൂ, പുറത്തുനിന്നൊന്നും വരില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുവരെയാണ് വീഡിയോ എടുത്തത്, അത് പേജ് നമ്പർ 6 വരെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ പറയാം. പക്ഷിയോക്കെ നാമം, പക്ഷിയുടെ പേര് നമ്മൾ പറഞ്ഞായിരുന്നു. തോത്ത, മോർ, കോയൽ, കൗവ, ഉല്ലു. അടുത്ത് ജാനുവരോക്കെ നാം വരുന്നത് ഗായ്, ബൈൽ, ബക്കരി, ഹാത്തി, ഷേർ, കുത്ത. ഫലോക്കെ നാം എന്ന് പറഞ്ഞത് ആം, സേബ്, കേല, അങ്കൂർ, അനാർ. അടുത്ത പേജിൽ വരുന്നത് ലിംഗ് ബദൽക്കർ ലിഖിയേ. ലടുക്കയുടെ ലിംഗ് എന്ന് പറഞ്ഞത് ലടുക്കി. പുത്ര, പുത്രി, മോർ, മോർണി, ബേട്ട, ബേട്ടി, ദാദ, ദാദി. അടുത്ത് വരുന്നത് പിത, മാത, ബൈൽ, ഗായ്, ബച്ച, ബച്ചി, ഫായ്, ബഹൻ. അപ്പോൾ ലടുക്ക എന്താണ്? ബോയ്, ലടുക്കി ഗേള്. പുത്ര, പുത്രി, മകളും മകനും. മോർ, മോർണി, ആൺമയിലും പെൺമയിലും. ബേട്ട, ബേട്ടി, മകനും മകളും. ദാദ, ദാദി, അപ്പൂപ്പനും അമ്മൂമ്മയും. പിത, മാത, അച്ഛനും അമ്മയും. ബൈൽ, ഗായ്, കാളയും പശു. ബച്ച, ബച്ചി, ആൺകുട്ടിയും പെൺകുട്ടിയും. ഫായി, ബഹൻ, ബ്രദറും സിസ്റ്ററും. ഓക്കെ. അടുത്ത് സഹി അക്ഷരോസെ പൂരാ കീജിയെ. ശരിയായ അക്ഷരം ചേർത്ത് എഴുതുക. ഇത് ഒരു വാക്ക് മിസ്സിംഗ് ആണ്, അപ്പോൾ അത് കറക്റ്റായിട്ട് എഴുതുക. ച, ഡേഷ്, രി എന്താ വരുന്നത്? ഛത്തരി, ച, തരി. ഇപ്പോൾ തായാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ബ്രാക്കറ്റൊന്നും എഴുതണ്ട, ആൻസർ മാത്രം എഴുതുക. ഛത്തരി എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. വള്ളിയൊക്കെ കറക്റ്റ് എഴുതിക്കോണം, നല്ല ഉരുട്ടി തന്നെ എഴുതുക കേട്ടോ. ഈ താബ് ബായാണ് വരുന്നത്. ക, മ, ല് കമൽ. കു, റ്, സി കുർസി. ബന്ദർ ബന്ദർ. മ, ഛ, ലി മച്ചലി. ആ, ന, റ് അനാർ. സൂരജ് സൂരജ്. അപ്പോൾ എല്ലാവരും ഇത് വായിച്ച് എഴുതും, പക്ഷേ എഴുതുമ്പോഴും നല്ല നീറ്റായിരിക്കണം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. അതൊക്കെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. എങ്കിലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ, നമുക്ക് റാങ്കൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ. റാങ്കൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മെഡൽ കിട്ടും, മൊമെൻ്റ് കിട്ടും, സർട്ടിഫിക്കറ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് റാങ്കിന് വേണ്ടി തന്നെ പഠിക്കുക. അതിനുവേണ്ടി ടീച്ചർ നല്ല വ്യക്തമായിട്ടാണ് പറഞ്ഞു തരുന്നത്. കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ ചെയ്ത് തന്നെ പോവുക. ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നോക്കും. ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും വരുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. അപ്പോൾ കറക്റ്റായിട്ട് എഴുതുക. സബേരെ ജൽദി ഉഠ്നാ ചാഹിയേ. എന്നും രാവിലെ എന്ത് ചെയ്യുക? പെട്ടെന്ന് എണീക്കുക. അപ്പോൾ രാവിലെ വേഗത്തിൽ എണീക്കണം. താസി ഹവാമേം ഘൂംനാ ചാഹിയേ. നല്ല ഫ്രഷ് എയറിൽ വേണം നടക്കേണ്ടത്. നേമുസേ കസരത്ത് കർണാഫി ബഹുത്ത് ശരൂരി ഹേ. നല്ല ചിട്ടയായ രീതിയിൽ വ്യായാമം ചെയ്യുക. ബഗേർ ഹാത്ത് മുഹ് ധോയെ ഖാനാ പീന ബുരാഹെ. അതുപോലെ തന്നെ രാവിലെ എണീറ്റാണ് കൈയും വായൊക്കെ കഴുകിയിട്ട് വേണം ഭക്ഷണം കഴിക്കേണ്ടത്, അല്ലാത്തത് ശരിയല്ല. ദാത്തുൻ തോ രോ സബേരെ കർണാഹി ചാഹിയെ. പല്ല് രാവിലെ എണീറ്റ് എന്ത് ചെയ്യുക? നന്നായിട്ട് വാഷ് ചെയ്യുക. അടുത്ത സെക്കൻഡ് 15 ആഗസ്റ്റ് ഹമാരെ ലിയെ ബഡി ഖുഷി കാ ദിൻ ഹെ. ഓഗസ്റ്റ് 15 നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇസി ദിൻ ഹമാരെ ദേശക്കോ ആസാദി മിലി തി. ഈ ദിവസമാണ് നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ദേശത്തിന് എന്ത് കിട്ടിയത്? സ്വാതന്ത്ര്യം കിട്ടിയത്. ഈ ആസാദിക്കയിലെ ലാഖോനെ ബലിദാൻ കിയ. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ എന്ത് ചെയ്തു? ജീവൻ ബലിയർപ്പിച്ചാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയത് അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫ്രീഡം ഉണ്ട്, എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. രാഷ്ട്രപിതാ ബാബുവിനെ ദേശക്കോ ആസാദിക്ക് പ്രേരണാദി. രാഷ്ട്രപിതാ ബാബുജിയാണ് നമുക്ക് സ്വാതന്ത്ര്യത്തിന് പ്രേരണ നൽകിയത്. വീർ ജവാഹർ നെ ആന്തോളൻ കിയ. ഒരുപാട് വീരജവാന്മാർ ഈ സമ്മേളനത്തിൽ എന്ത് ചെയ്തു? ഈ ഇതിൽ പങ്കെടുത്തു. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നോട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ നോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കുക, കോപ്പി എടുത്ത് പിടിക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ എഴുതി പഠിക്കുകയൊക്കെ ചെയ്യുക. ഓക്കെ. ഒന്നും കൂടെ ടീച്ചർ അതിൻ്റെ ഫോട്ടോസൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് നോട്ടായിട്ട് വരുന്നത്. ഇനി അടുത്ത് വരുന്നത് വീഡിയോ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോ നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം പഠിച്ചതിന് ശേഷം എഴുതി നോക്കുക. അതിനുശേഷം ഇതിൽ വരാത്ത ക്വസ്റ്റ്യൻസ് വീണ്ടും ഉണ്ടല്ലോ, അത് വീണ്ടും എന്ത് എഴുതുക. അങ്ങനെ ഒരു 3 തവണ ഈ ഫുള്ള് ടെസ്റ്റ് വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഞാൻ ഗ്യാരണ്ടി. ഓക്കെ. അപ്പോൾ എല്ലാവരും റാങ്കൊക്കെ വാങ്ങിച്ചിട്ട് ടീച്ചറിനെ വിളിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ മോഡൽ നോക്കിയേ, എല്ലാം ടിക്ക് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റത്തത്
ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താ അതിൻ്റെ പിക്ചർ? സൂരജ് അല്ലേ? അപ്പോൾ അതിൻ്റെ സൂരജിന് ടിക്ക് ചെയ്യുക. അടുത്ത് ഡോഗാണ്, അതിനെ പറഞ്ഞത് കുത്ത. അടുത്ത് ലോട്ടസ് ആണ്, അതെന്താ വരുന്നത്? കമൽ. അടുത്ത് ചെയറാണ്, അതെന്താണ്? കുർസി. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ 4 ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 5 ഇതുപോലെ കുറേ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ ആ പിക്ചറിൽ നിന്നായിരിക്കും വരുന്നത്. അതായത് 5ലും 6ലും കുറേ പിക്ചർ കൊടുത്തിട്ടുണ്ട്. റോമൻ ലെറ്റർ 9th 11ലാണ് വരുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ അതിൽ നിന്ന് 4 പരീക്ഷയ്ക്ക് ചോദിക്കും. ആ 4 കറക്റ്റായിട്ട് ടിക്ക് ചെയ്യുക. അടുത്ത റോമൻ ലെറ്റർ 2ൽ വരുന്നത് ഉ ഊ. അടുത്ത് വരുന്ന ഏതായിരിക്കും? ഇർ. അപ്പോൾ അവിടെ വരുന്ന മിസ്സിംഗ് ആണ് എഴുതേണ്ടത്. ഇർ എ. അവിടെ 2 ഡേഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഡേഷിൽ വരുന്ന വാക്ക് ഏതെന്ന് എഴുതുക. അടുത്ത് കാ ഡേഷ് ഗ ഡേഷ് ഖ ഖ അല്ലേ? അപ്പോൾ എന്താണ്? കാ ഇഖ ഗ ഇഖ ങ. അത് വരുന്ന ഏതാണ്? ഫസ്റ്റത്തത്. അടുത്ത് വരുന്നത് ത ഡേഷ് ഡേഷ് ദ ഡേഷ്. അപ്പോൾ ത ഇഥ ദ ഇഥ ന. ഇതുപോലെ ആയിരിക്കും വരുന്നത്. അടുത്ത് ല വ ഷ സ ഹ. ഓക്കെ. അടുത്ത തേർഡ് സ്വർ മാത്രായി ലഗാക്കർ ലിഖിയെ. സ്വരമാത്രയിൽ എഴുതാനാണ്. ഗ പ്ലസ് ഇ എന്താ വരുന്നത്? ഗി. അതുപോലെ ത് പ്ലസ് ആണെങ്കിൽ ത അല്ലേ? മ പ്ലസ് ഓ ആണെങ്കിൽ മോ. ഓക്കെ. അടുത്ത് വരുന്നത് 4th. ഇവിടെ ഈ കോളത്തിൽ കൊടുത്തിരിക്കുന്ന നമ്പർ എണ്ണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സൂരജ് കൊടുത്തിട്ടുണ്ട്. എത്ര സൂരജ് എന്ന് എണ്ണുക. 1 2 3 4 5 6 7 അല്ലേ? അപ്പോൾ ഇവിടെ എത്ര? 8 ആണോ 7 ആണോ 2 ആണോ? അപ്പോൾ ഏതാ വരുന്നത്? 7. അടുത്ത കുറച്ച് ലീഫ് 10 കൊടുത്തിട്ടുണ്ട്. എത്ര 10 ഉണ്ടെന്ന് എണ്ണി നോക്കുക. ഇവിടെ വന്നിരിക്കുന്നത് 10. അടുത്ത കുറച്ച് കോളം കൊടുത്തിട്ടുണ്ട്, അത് 11. അടുത്ത കുറച്ച് പെന്ന് കൊടുത്തിട്ടുണ്ട്, കലം 9. ഇനി വരുന്നത് ഒരു പേജ് വിട്ടുപോയി. ഓക്കെ, അതിൽ 10ാമത്തെ പേജ് എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ 11 നോക്കിക്കോളൂ. 10ാമത്തെ പേജിൽ ഒന്നുമില്ല. ബേട്ട ബേട്ടെ, മോർ മോർണി, ബൈല് ഗായ്, പിത മാത. അതിൽ ലിങ്ക് എഴുതാനാണ്. പിന്നെ 2 അക്ഷരം വരുന്ന വാക്കുകൾ കണ്ടെത്തി അത് ടിക്ക് കൊടുക്കുക. ടീച്ചർ എടുത്ത ഫോട്ടോയിൽ മിസ്സായിപ്പോയി. ബസ്, നല്ല്, ഈക്ക്. ഓക്കെ, അതൊക്കെ 2 അക്ഷരം വരുന്നത്. അപ്പോൾ 2 അക്ഷരം 1 2 അങ്ങനെ കൂട്ടി വരിക. 3 അക്ഷരമാണെങ്കിൽ 1 2 3, 4 അക്ഷരമാണെങ്കിൽ 1 2 3 4. അടുത്ത അക്ഷരമേ ലിഖിയെ. 1 മുതൽ നമ്മൾ 15 വരെ പഠിച്ചു. അതിലേതെങ്കിലുമൊക്കെ ചോദിക്കും. ഇപ്പോൾ 5 ആണെങ്കിൽ 5, 8 ആണെങ്കിൽ 11, 12 ആണെങ്കിൽ 12. അപ്പോൾ ആ നമ്പർ നോക്കുക. അടുത്ത 4 അക്ഷരവാല്, സർക്കസ്, അജുഗർ, ഉപവന്, അതൊക്കെയാണ് 4 അക്ഷരം വരുന്നത്. നിങ്ങളുടെ പേജിൽ 10ാമത്തെ പേജാണ്, പേജ് നമ്പർ 10th ആണ്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വിട്ടുപോയി. ഞാൻ അതിൻ്റെ ആൻസർ പറയുന്നുണ്ട്. അടുത്ത് വരുന്നത് വചനാണ്. ഫല്ലിൻ്റെ ബഹുവചനം ഫല്ല് തന്നെയാണ്. ചൂഹ ചൂഹെ, ചിടിയ ചിടിയ, പുസ്തക് പുസ്തകെ. അടുത്ത പേജ് നമ്പർ 11. വണ്ടികൾ പോകുന്ന ശബ്ദം കേട്ടോ. അടുത്ത പക്ഷിയൊക്കെ നാം, കൗവ, തോത്ത, മോറ്. ഇവിടെ അതിൻ്റെ ഇടയിൽ ഒരു ഡോഗ് വന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷി എന്ന് പറയുമ്പോൾ പക്ഷിയുടെ പേര് മാത്രം എഴുതിയാൽ. ഇപ്പോൾ ജാൻവർ ആണെങ്കിൽ ജാൻവരുടെ പേര് മാത്രം എഴുതുക. നിറങ്ങളാണെങ്കിൽ നിറങ്ങളുടെ പേര്. അപ്പോൾ എന്താണോ ഹെഡിങ് തന്നിരിക്കുന്നത് ഹെഡിങ് വായിച്ച് തന്നെ ചെയ്യുക. അപ്പോൾ പക്ഷി എന്ന് പറയുമ്പോൾ പക്ഷിയുടെ പേര് ഇവിടെ കൊടുത്തിരിക്കുന്നതൊക്കെയാണ് കൗവ, തോത്ത, മോറ്. അടുത്ത ജാൻവർ ഏതൊക്കെയാണ്? ഗായ്, ഹാത്തി, ബന്ദർ. ഇനി രംഗ്, ലാൽ, സഫേദ്. ഇവിടെ നിറം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് നിറമാണോ കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ ചുവപ്പാണ് ഇവിടെ വരച്ചിരിക്കുന്നത്, അപ്പോൾ ലാൽ എന്ന് എഴുതുക. അപ്പോൾ വെള്ള, അപ്പോൾ സഫേദ്. പച്ച ആണെങ്കിൽ ഹര. ഓക്കെ. അടുത്ത ഫലവും കേല, സേബ്. സഹി അക്ഷർ സെ പൂരാ കീജിയെ. മാ ഡേഷ് ലി. അപ്പോൾ എന്തൊരു? മച്ചലി. ആ നാ ഇർ, അനാറ്. ലാസ്റ്റത്തത് ഹാൻഡ് റൈറ്റിങ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എക്സാമിന് വരുന്നത്. സിമ്പിളാണ് നമ്മുടെ എക്സാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഒരു മിസ്റ്റേക്ക് പോലും വരാതെ നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു ഒറ്റ ഗൈഡ് 11 പേജുണ്ട്. ഈ 11 പേജിലുള്ള കാര്യങ്ങൾ കുറഞ്ഞത് ഒരു 3 ടൈംസെങ്കിലും എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഗൈഡ് കിട്ടാത്തവർക്ക് ഈ ഒരു PDF അയച്ചു കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമസ്തേ.